ഇന്ന ദിവസം 84. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ജോഷുവ അധ്യായം 10-11, സങ്കീർത്തനങ്ങൾ 128. ജോഷുവയുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 10. അമോര്യരെ കീഴടക്കുന്നു. ജോഷുവ ജെറീക്കോയോടും അവിടുത്തെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ആയി പട്ടണം പിടിച്ചടക്കി പരിപൂർണമായി നശിപ്പിക്കുകയും അതിൻ്റെ രാജാവിനെ വധിക്കുകയും ചെയ്തുവെന്നും ഗിബിയോനിലെ ജനങ്ങൾ ഇസ്രായേൽക്കാരുമായി ഒരു സമാധാന സന്ധി ഉണ്ടാക്കി അവരുടെ ഇടയിൽ ജീവിക്കുന്നുവെന്നും ജെറുസലേം രാജാവായ അദോനി-സെദേക്ക് കേട്ടു. അപ്പോൾ ജെറുസലേം നിവാസികൾ പരിഭ്രാന്തരായി. കാരണം മറ്റ് ഏതൊരു രാജകീയ പട്ടണം പോലെ ഗിബയോനും ഒരു വലിയ പട്ടണമായിരുന്നു. അത് ആയി പട്ടണത്തേക്കാൾ വലുതും അവിടുത്തെ ജനങ്ങൾ ശക്തന്മാരുമായിരുന്നു. ജെറുസലേം രാജാവായ അദോനി-സെദേക്ക് ഹെബ്രോൻ രാജാവായ ഹോഹാമിനും യാർമുത്ത് രാജാവായ പിറാമിനും ലാക്കിഷ് രാജാവായ ജെഫിയായ്ക്കും എഗ്ലോൺ രാജാവായ ദെബീറിനും ഈ സന്ദേശം അയച്ചു: നിങ്ങൾ വന്ന് എന്നെ സഹായിക്കുക, നമുക്ക് ഗിബയോനെ നശിപ്പിക്കാം. അവർ ജോഷുവയോടും ഇസ്രായേൽക്കാരോടും സമാധാനസന്ധി ചെയ്തിരിക്കുന്നു. ജെറുസലേം, ഹെബ്രോൻ, യാർമുത്ത്, ലാക്കിഷ്, എഗ്ലോൺ എന്നിവയുടെ അധിപന്മാരായ 5 അമോര്യ രാജാക്കന്മാർ സൈന്യസമേതം ചെന്ന് ഗിബയോനെതിരെ താവളമടിച്ച് യുദ്ധം ചെയ്തു. ഗിബയോനിലെ ജനങ്ങൾ ഗിൽഗാലിൽ പാളയമടിച്ചിരുന്ന ജോഷുവയെ അറിയിച്ചു: അങ്ങയുടെ ദാസന്മാരെ കൈവിടരുതേ, വേഗം വന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ സഹായിക്കുക. എന്തെന്നാൽ മലമ്പ്രദേശത്ത് വസിക്കുന്ന അമോര്യ രാജാക്കന്മാർ ഞങ്ങൾക്കെതിരായി സംഘടിച്ചിരിക്കുന്നു. ഉടൻ തന്നെ ജോഷുവയും ശക്തന്മാരും യുദ്ധവീരന്മാരുമായ എല്ലാവരും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. കർത്താവ് ജോഷുവയോട് അരുൾ ചെയ്തു: അവരെ ഭയപ്പെടേണ്ട, ഞാൻ അവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്നോടെതിരിടാൻ അവരിൽ ആർക്കും സാധിക്കുകയില്ല. ജോഷുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് രാത്രി മുഴുവൻ സഞ്ചരിച്ച് അവർക്കെതിരെ മിന്നലാക്രമണം നടത്തി. ഇസ്രായേലിൻ്റെ മുൻപിൽ അമോര്യർ ഭയവിഹുലരാകുന്നതിന് കർത്താവ് ഇടയാക്കി. ഇസ്രായേൽക്കാർ ഗിബയോനിൽ വെച്ച് അവരെ വകവരുത്തി ബെത്ത്-ഹൊറോൺ ചുരത്തിലൂടെ അവരെ ഓടിക്കുകയും അസേക്കയിലും മക്കേദായിലും വെച്ച് നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. അവർ ഇസ്രായേൽക്കാരിൽ നിന്ന് പിന്തിരിഞ്ഞോടി ബെത്ത്-ഹൊറോൺ ചുരം ഇറങ്ങുമ്പോൾ അവിടെ മുതൽ അസേക്ക വരെ അവരുടെ മേൽ കർത്താവ് കന്മഴ വർഷിച്ചു. അവർ മരിച്ചു വീണു. ഇസ്രായേൽക്കാർ വാളുകൊണ്ട് നിഗ്രഹിച്ചവരേക്കാൾ കൂടുതൽ പേർ കന്മഴ കൊണ്ട് മരണമടഞ്ഞു. കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമോര്യരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷുവ അവിടത്തോട് പ്രാർത്ഥിച്ചു. അനന്തരം അവർ കേൾക്കെ പറഞ്ഞു: സൂര്യ, നീ ഗിബയോനിൽ നിശ്ചലമായി നിൽക്കുക. ചന്ദ്ര, നീ അയ്യലോൺ താഴ്വരയിലും നിൽക്കുക. അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലനായി നിന്നു, ചന്ദ്രൻ അനങ്ങിയതുമില്ല. ഏയാറിൻ്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു. കർത്താവ് ഒരു മനുഷ്യൻ്റെ വാക്കുകേട്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. അനന്തരം ഗിൽഗാലിലുള്ള പാളയത്തിലേക്ക് ജോഷുവയും അവനോടൊപ്പം ഇസ്രായേലും തിരികെ പോന്നു. ആ 5 രാജാക്കന്മാരും മക്കദേനിയയിലുള്ള ഒരു ഗുഹയിൽ ഓടി ഒളിച്ചു. അവർ ഗുഹയിൽ ഒളിച്ച കാര്യം ജോഷുവ അറിഞ്ഞു. അവൻ പറഞ്ഞു: ഗുഹയുടെ പ്രവേശന ദ്വാരത്തിൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ച് കാവലേർപ്പെടുത്തുക. നിങ്ങൾ അവിടെ നിൽക്കരുത്. ശത്രുക്കളെ പിന്തുടർന്ന് ആക്രമിക്കുക. പട്ടണങ്ങളിൽ പ്രവേശിക്കാൻ അവരെ അനുവദിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതുവരെ ജോഷുവയും ഇസ്രായേൽ ജനവും സംഹാരം തുടർന്നു. ഏതാനും പേർ രക്ഷപ്പെട്ട് കോട്ടയിൽ അഭയം പ്രാപിച്ചു. അനന്തരം ഇസ്രായേൽക്കാർ സുരക്ഷിതരായി മക്കദായിലെ പാളയത്തിൽ ജോഷുവയുടെ സമീപമെത്തി. അവർക്കെതിരെ ആരും നാവനക്കിയില്ല. അപ്പോൾ ജോഷുവ കൽപ്പിച്ചു: ഗുഹയുടെ വാതിൽ തുറന്ന് ആ 5 രാജാക്കന്മാരെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേൻ. അവൻ പറഞ്ഞതനുസരിച്ച് ഗുഹയിൽ നിന്ന് ജെറുസലേം, ഹെബ്രോൻ, യാർമുത്ത്, ലാക്കിഷ്, എഗ്ലോൺ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരെ അവർ കൊണ്ടുവന്നു. ജോഷുവ ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി തന്നോടൊപ്പം പോന്ന യോദ്ധാക്കളുടെ തലവന്മാരോട് പറഞ്ഞു: അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ ചവിട്ടുവേൻ. അവർ അങ്ങനെ ചെയ്തു. ജോഷുവ അവരോട് പറഞ്ഞു: നിങ്ങൾ ഭയപ്പെടുകയോ ചഞ്ചലചിത്തരാവുകയോ വേണ്ട. ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ നേരിടുന്ന എല്ലാ ശത്രുക്കളോടും ഇപ്രകാരം തന്നെ കർത്താവ് പ്രവർത്തിക്കും. അനന്തരം ജോഷുവ അവരെ അടിച്ചുകൊന്ന് 5 മരങ്ങളിൽ കെട്ടിത്തൂക്കി.
സായാഹ്നം വരെ ജഡം മരത്തിൽ തൂങ്ങിക്കിടന്നു. എന്നാൽ സൂര്യാസ്തമയ സമയത്ത് ജോഷുവയുടെ കൽപ്പന പ്രകാരം വൃക്ഷങ്ങളിൽ നിന്ന് അവ ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിൽ കൊണ്ടുപോയിട്ടു. അതിൻ്റെ വാതിൽക്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ചു. അത് ഇന്നും അവിടെയുണ്ട്. അന്ന് തന്നെ ജോഷുവ മക്കേദ പിടിച്ചടക്കി. അതിനെയും അതിൻ്റെ രാജാവിനെയും വാളിനിരയാക്കി. അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി. ആരും അവശേഷിച്ചില്ല. ജെറീക്കോ രാജാവിനോട് ചെയ്തതുപോലെ മക്കേദ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. അനന്തരം ജോഷുവയും ഇസ്രായേൽ ജനവും മക്കേദായിൽ നിന്ന് ലിബ്നായിലെത്തി അതിനെ ആക്രമിച്ചു. ആ പട്ടണത്തെയും അതിൻ്റെ രാജാവിനെയും ഇസ്രായേൽക്കാരുടെ കൈകളിൽ കർത്താവ് ഏൽപ്പിച്ചു. ആരും അവശേഷിക്കാത്ത വിധം അവർ എല്ലാവരെയും വാളിനിരയാക്കി. ജെറീക്കോ രാജാവിനോട് ചെയ്തതുപോലെ ലിബ്ന രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. ജോഷുവയും ഇസ്രായേൽ ജനവും ലിബ്നായിൽ നിന്ന് ലാക്കീഷിലെത്തി അവനെ ആക്രമിച്ചു. ലാക്കീഷിനെയും കർത്താവ് ഇസ്രായേൽക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. 2-ാം ദിവസം അവനത് പിടിച്ചടക്കുകയും ലിബ്നായോട് ചെയ്തതുപോലെ അവിടെയുള്ള എല്ലാവരെയും വാൾനിരയാക്കുകയും ചെയ്തു. ഗേസറിലെ രാജാവായ ഹോരാം ലാക്കീഷിൻ്റെ സഹായത്തിനെത്തി. എന്നാൽ ആരും അവശേഷിക്കാത്ത വിധം ജോഷുവ അവനെയും അവൻ്റെ ജനത്തെയും സംഹരിച്ചു. ജോഷുവയും ഇസ്രായേൽ ജനവും ലാക്കീഷിൽ നിന്ന് എഗ്ലോണിലെത്തി അതിനെ ആക്രമിച്ച് കീഴടക്കി. അന്ന് തന്നെ അത് പിടിച്ചടക്കുകയും വാളിനിരയാക്കുകയും ചെയ്തു. ലാക്കീഷിനോട് ചെയ്തതുപോലെ അവൻ അന്ന് തന്നെ അവരെയും നശിപ്പിച്ചു. അതിനുശേഷം ജോഷുവയും ഇസ്രായേൽ ജനവും എഗ്ലോണിൽ നിന്ന് ഹെബ്രോണിലെത്തി അതിനെ ആക്രമിച്ചു. അത് പിടിച്ചടക്കി. അതിൻ്റെ രാജാവിനെയും അതിലെ പട്ടണങ്ങളെയും സർവ്വജനങ്ങളെയും വാളിനിരയാക്കി. എഗ്ലോണിൽ പ്രവർത്തിച്ചതുപോലെ ഒന്നൊഴിയാതെ എല്ലാവരെയും നിശേഷം നശിപ്പിച്ചു. ജോഷുവ ഇസ്രായേൽ ജനവും ദബീറിൻ്റെ നേരെ തിരിഞ്ഞ് അതിനെ ആക്രമിച്ചു. അതിൻ്റെ രാജാവിനെയും സകല പട്ടണങ്ങളെയും പിടിച്ചടക്കി വാളിനിരയാക്കി. അവിടെ ഒന്നും അവശേഷിച്ചില്ല. ഹെബ്രോണിനോടും ലിബ്നായോടും അതിലെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ദബീറിനോടും അതിലെ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. അങ്ങനെ ജോഷുവ രാജ്യം മുഴുവനും മലമ്പ്രദേശങ്ങളും നെഗബും താഴ്വരകളും കുന്നിൻ ചെരുവുകളും അവയിലെ രാജാക്കന്മാരോടൊപ്പം കീഴടക്കി. ഒന്നൊഴിയാതെ എല്ലാ ജീവികളെയും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നശിപ്പിച്ചു. കാദേശ് ബർണിയ മുതൽ ഗാസ വരെയും ഗോഷൻ മുതൽ ഗിബയോൻ വരെയും ജോഷുവ പിടിച്ചടക്കി. ഈ രാജാക്കന്മാരെയും അവരുടെ ദേശങ്ങളെയും ഒറ്റപ്പടയോട്ടത്തിൽ പിടിച്ചെടുത്തു. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അതിനുശേഷം ജോഷുവയും ഇസ്രായേൽ ജനവും ഗിൽഗാലിൽ തങ്ങളുടെ പാളയത്തിലേക്ക് തിരിച്ചു പോന്നു. ജോഷുവ അധ്യായം 11. യാബീനും സഖ്യകക്ഷികളും. ഹസോർ രാജാവായ യാബീൻ ഇത് കേട്ടപ്പോൾ മാദോൻ രാജാവായ യോബാബിനും ഷിമ്രോണിലെയും അക്ഷാഫിലെയും രാജാക്കന്മാർക്കും വടക്ക് മലമ്പ്രദേശത്തും താഴ്വരയിൽ കിന്നരോത്തിന് സമീപം അരാബയിലും പടിഞ്ഞാറ് നഫത്ദോറിലുമുള്ള രാജാക്കന്മാർക്കും കിഴക്ക് പടിഞ്ഞാറ് കാനാന്യർക്കും മലമ്പ്രദേശത്തുള്ള അമോര്യർ, ഹിത്യർ, പെരീസ്യർ, ജബൂസ്യർ എന്നിവർക്കും മിസ്പാദേശത്ത് ഹെർമോൺ താഴ്വരയെ വസിച്ചിരുന്ന ഹിവ്യർക്കും ആളയച്ചു. അവർ സമുദ്രതീരത്തെ മണൽത്തരി പോലെ എണ്ണമറ്റ സൈന്യത്തോടും വളരെയധികം കുതിരകളോടും രഥങ്ങളോടും കൂടെ പുറപ്പെട്ടു. ഈ രാജാക്കന്മാർ സൈന്യസമേതം ഇസ്രായേലിനോട് പടവെട്ടുന്നതിന് ഒരുമിച്ചുകൂടി മെറോം നദീതീരത്ത് താവളമടിച്ചു. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, അവരെ ഭയപ്പെടേണ്ട. നാളെ ഈ സമയത്ത് അവരെ ഇസ്രായേലിൻ്റെ മുൻപിൽ ഞാൻ കൊന്നു നിരത്തും. നിങ്ങൾ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും അവരുടെ രഥങ്ങൾ കത്തിക്കുകയും ചെയ്യണം. ഉടനെ ജോഷുവ യോദ്ധാക്കളും ഒന്നിച്ച് മെറോം നദീതീരത്ത് വന്ന് അവരെ ആക്രമിച്ചു. കർത്താവ് അവരെ ഇസ്രായേലിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽക്കാർ അവരെ വധിക്കുകയും മഹാസീദോൻ വരെയും മിസ്രെഫോത്ത് മയീം വരെയും കിഴക്കോട്ട് മിസ്പ താഴ്വര വരെയും ഓടിക്കുകയും ചെയ്തു. ഒന്നൊഴിയാതെ എല്ലാവരെയും ഉന്മൂലനം ചെയ്തു. കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ ജോഷുവ അവരോട് പ്രവർത്തിച്ചു. കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും രഥങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ജോഷുവ തിരിച്ചു ചെന്ന് ഹസോറിനെ കീഴടക്കി. അവിടുത്തെ രാജാവിനെ വാളിനിരയാക്കി. ഹാസോർ പണ്ട് ആ രാജ്യങ്ങൾക്കിടയിൽ പ്രബലസ്ഥാനം വഹിച്ചിരുന്നു.
ജോഷുവ അവിടെയുണ്ടായിരുന്ന സകലരെയും വാളിനിരയാക്കി നിശേഷം നശിപ്പിച്ചു. ജീവനുള്ളതൊന്നും അവശേഷിക്കാത്ത വിധം ഹസോറിനെ അഗ്നിക്കിരയാക്കി. കർത്താവ് തൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ ജോഷുവ ആ രാജാക്കന്മാരെയും അവരുടെ പട്ടണങ്ങളെയും ആക്രമിച്ച് വാളിനിരയാക്കി ഉന്മൂലനം ചെയ്തു. എന്നാൽ ഉയരത്തിൽ പണിത പട്ടണങ്ങളിൽ ജോഷുവ നശിപ്പിച്ച ഹസോർ ഒഴികെ ഒന്നും ഇസ്രായേൽക്കാർ അഗ്നിക്കിരയാക്കിയില്ല. ഈ പട്ടണങ്ങളിൽ നിന്ന് കൊള്ളവസ്തുക്കളും കന്നുകാലികളും അവർ എടുത്തു. ആരും ജീവനോടെ അവശേഷിക്കാത്തക്ക വിധം ഒന്നൊഴിയാതെ എല്ലാവരെയും അവർ വാളിനിരയാക്കി. കർത്താവ് തൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശയും ജോഷുവയോട് കൽപ്പിച്ചു. ജോഷുവ അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതൊന്നും ജോഷുവ ചെയ്യാതിരുന്നില്ല. ഇപ്രകാരം ജോഷുവ നാട് മുഴുവൻ, മലമ്പ്രദേശവും നെഗബ് മുഴുവനും, ഗോഷേൻ ദേശമൊക്കെയും, സമതലങ്ങളും അരാബയും, ഇസ്രായേലിലെ മലമ്പ്രദേശവും അതിൻ്റെ താഴ്വരയും, സെയീർ വരെ ഉയർന്നു നിൽക്കുന്ന ഹലാക് മലയും, ഹെർമോൺ മലയ്ക്ക് താഴെ ബൽഗാദ് വരെ കിടക്കുന്ന ലെബനോൻ താഴ്വരയും പിടിച്ചെടുത്തു. അവിടുത്തെ രാജാക്കന്മാരെയെല്ലാം അവൻ വധിച്ചു. ജോഷുവ വളരെ നാൾ ആ രാജാക്കന്മാരോട് യുദ്ധം ചെയ്തു. ഗിബിയോൻ നിവാസികളായ ഹിവ്യർ ഒഴികെ ഇസ്രായേൽ ജനവുമായി വേറെ ആരും സമാധാന സന്ധി ഉണ്ടാക്കിയിരുന്നില്ല. മറ്റു പട്ടണങ്ങൾ അവർ യുദ്ധത്തിൽ പിടിച്ചടക്കി. എന്തെന്നാൽ കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ അവർ കഠിനഹൃദയരാകണമെന്നും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് പരിപൂർണമായി നശിക്കണമെന്നും നിഷ്കരുണം നിർമൂലമാക്കപ്പെടണമെന്നും കർത്താവ് നിശ്ചയിച്ചിരുന്നു. ഇക്കാലത്ത് ജോഷുവ മലമ്പ്രദേശത്ത് ഹെബ്രോൺ, ദബീർ, അനാബ് എന്നിവിടങ്ങളിലും യൂദായിലെയും ഇസ്രായേലിലെയും മലമ്പ്രദേശങ്ങളിലും വസിച്ചിരുന്ന അനാക്കിമുകളെയും അവരുടെ പട്ടണങ്ങളെയും നിശേഷം നശിപ്പിച്ചു. ഇസ്രായേൽക്കാരുടെ രാജ്യത്ത് അനാക്കിമുകളിൽ ആരും അവശേഷിച്ചില്ല. ഗാസായിലും ഗത്തിലും അഷ്ദോദിലും മാത്രം ഏതാനും പേർ അവശേഷിച്ചു. അങ്ങനെ കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ ആ ദേശമെല്ലാം ജോഷുവ പിടിച്ചെടുത്തു. ഇസ്രായേൽക്കാർക്ക് ഗോത്രമനുസരിച്ച് ജോഷുവ അത് അവകാശമായി നൽകി. അങ്ങനെ ആ നാടിന് യുദ്ധത്തിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. സങ്കീർത്തനങ്ങൾ 128. ദൈവഭക്തന് അനുഗ്രഹം. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്കിടവരട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ.